പശ്ചിമ ബംഗാൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കൊൽക്കത്തയിലെ നക്തയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലാണ് പരിശോധന നടന്നത്. ശനിയാഴ്ച രാവിലെ 10:45ഓടെ കേന്ദ്രസേനയുടെ വൻ കാവലിലാണ് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. ബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ വഴിയുള്ള അധ്യാപക നിയമന അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ഈയൊരു നടപടി. ജാമ്യത്തിലിറങ്ങിയ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി 3 തവണ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഹാജരായിരുന്നില്ല. വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ വീട്ടിലെത്തിയോ ചോദ്യം ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയത്. ഇതേ കേസിൽ ഉൾപ്പെട്ട ഇടനിലക്കാരനായ പ്രസന്ന കുമാർ റോയിയുടെ ഓഫീസിലും ഇഡി ഒരേ സമയം റെയ്ഡ് നടത്തി. അന്വേഷണത്തിൽ പുതുതായി ലഭിച്ച ചില തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2022 ജൂലൈയിൽ നടത്തിയ റെയ്ഡിൽ അദ്ദേഹത്തിന്റെ സഹായി അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് 50 കോടി രൂപയും കിലോഗ്രാം കണക്കിന് സ്വർണവും പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആദ്യം അറസ്റ്റ് ചെയ്തത്. 39 മാസത്തെ ജയിൽവാസത്തിനു ശേഷം 2025 നവംബറിലാണ് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ഈ ഒരു റെയ്ഡ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്.